വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനാത്മാവിനായി. എന്റെ ഈ സഹോദരൻ അവന്റെ ഔദ്യോഗിക ജീവിതത്തിൽ, അവന്റെ ഭവനത്തിൽ, മാർക്കറ്റിൽ, സഭയിൽ അവൻ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആക്റ്റീവായ സഹോദരൻ, അവന്റെ നല്ല പ്രായം, അവന്റെ ചോരത്തലപ്പുള്ള സമയത്ത് എന്റെ കർത്താപ്പച്ചൻ കൊണ്ട് ഉപയോഗിച്ച ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയാത്തവരെ, പുത്തുവരുന്ന ജീവിതം നയിക്കുന്നവരെ, നിത്യതയിൽ കാണണമെന്ന് വരികിൽ, ഇതുപോലൊരു യാത്രയെ ലഭിക്കണമെന്ന് വരികിൽ കർത്താവിനെ കണ്ടുമുട്ടുക. ഈ നല്ല സമയത്ത് നിങ്ങളെയും നിങ്ങളുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൽ നിങ്ങൾ ബലപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾ ഓർക്കുന്ന സമയങ്ങളിൽ ആത്മഭാരം തരുമ്പോൾ ഞങ്ങളുടെ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടുമായി പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചുകൊണ്ട് എന്റെ ഈ സമയം ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത്തിൻ കണ്ണൂനിൽ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും Schwarz
യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പാളുങ്ങിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മകൾ സരസി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ
സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ലോകമാം ഗംഭീരവാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടാവിടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. ശ്വാസം
കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാത്മാവിനാ മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മൃതശരീരവുമായി നമുക്ക് സെമിത്തേരിയിൽ കിടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. യാത്രകളിൽ കർത്താവ് കൂടിയിരുന്ന് ക്ഷമത്തോടെ കൊണ്ടുവന്നു. സെമിത്തേരിയിലെ സൂക്ഷകർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഇപ്പോൾ കുമരാട് ഹെബ്രോൻ സഭയുടെ സൂക്ഷകനായിരിക്കുന്ന മുൻ OPA സഭയുടെ സൂക്ഷകനായിരുന്ന അലസ് ജോൺ അവറുകൾ തുടർന്ന് നിർവഹിക്കുന്നതായിരിക്കും. അതിനായി ദൈവദാസനെ കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇവിടുത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. KM തോമസ് അവர்கள் പ്രാർത്ഥിക്കും. ഈ അനുഗതമായ സമയത്തിനാട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗ്ഗങ്ങളുടെ സിംഹാസനം ഭൂമിയെടുത്ത് പാദപീഠമായിരിക്കുമ്പോൾ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധാനം കൂടി വരുവാനുള്ളതായ അവസരം കർത്താവ് ഒരുക്കിത്തുന്നവർ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസേനയിലേക്ക് ചേർക്കപ്പെട്ടതായ പ്രിയപ്പെട്ട സാബുവിന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ ഭൗതിക ശരീരത്തിന്റെ ശരീര സംസ്കാരത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ കർത്താവുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹോളിലെ ശുശ്രൂഷയും ചെയ്യുവാൻ നിന്റെ ദാസന്മാരെ ഒന്ന് അധികാരപ്പെടുത്തല്ലോ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത പ്രിയപ്പെട്ടവരെല്ലാവരും തക്ക സമയത്ത് എത്തിച്ചേരുവാൻ ദൈവമേ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവിനെയും തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് സെമിത്തേരിയിൽ നടക്കുന്നതായ ശുശ്രൂഷയും കർത്താവേയും അവിടുന്ന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവര് ഒന്നുകൂടെ തങ്ങളുടെ
ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ. ഈ ശുശ്രൂഷയുടെ ആരംഭം തുടങ്ങി അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു കൊള്ളണമേ. തിരുനാമത്തെ മഹിമപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയോടെ കേൾക്കുമാറാണമേ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നമുക്ക് ഏറ്റവും വലിയ ഉറപ്പും ആശ്വാസവും നൽകി തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. വിശുദ്ധ ബൈബിളിലെ ആ സന്ദേശമാണ് നമുക്ക് പ്രത്യാശയും ഉറപ്പും നൽകി തരുന്നത്. ഈ സന്ദർഭത്തിൽ കർത്തൃദാസന്മാർ തിരുവെഴുത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിക്കും. ആരംഭത്തിൽ സുവിശേഷത്തിൽ നിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ 2 കർത്തൃദാസന്മാർ മാറി വായിക്കും. ബൈബിളുമായി വന്ന ബഹുമാന്യ പാസ്റ്റേഴ്സ് കർത്തൃദാസന്മാർ ഈ ഭാഗത്തോട്ട് വന്ന് നിന്ന് തുടർന്നുള്ള വേദഭാഗങ്ങളും വായിക്കുവാൻ ശുശ്രൂഷ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ വായിക്കും. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രൻ ആകിയാൽ ന്യായം നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗങ്ങളും 3-4 കർത്തൃദാസന്മാർ മാറി വായിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 28 വരെയുള്ള വേദഭാഗവും 35 മുതൽ അതിൻ്റെ ഒടുവ് വരെയുള്ള വേദഭാഗവും കർത്തൃദാസന്മാർ മാറി വായിക്കും. എന്നാൽ ക്രിസ്തു നിദ്രകൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യനും മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും വണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിനുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും
സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, രക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയല്ല ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലനാഥത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുകയും ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമൃത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. 1 തെസ്സലോനിക്കനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ആശ്വാസം നൽകുന്ന കർത്താവിന്റെ വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെ ക്രൂശിൽ നിന്നും ഇറക്കി അരിമത്യ ജോസഫിന്റെ കല്ലറയിൽ കൊണ്ടുവച്ചപ്പോൾ ദൂരെ നിന്ന് അത് നോക്കി നിന്ന ഒരു കൂട്ടം സാധു സ്ത്രീകൾ, സഹോദരിമാരെ കുറിച്ച് നാം വായിക്കുന്നു. അവനെ വെച്ച ഇടം അവർ കണ്ടു. അവർ മടങ്ങി വളരെ ദുഃഖത്തോടെ പോയി. എന്നാൽ അതിനടുത്ത ദിവസം 3-ാം ദിവസം പ്രഭാതത്തിൽ നാം കാണുന്നത് അവർ വീണ്ടും ആ കല്ലറയ്ക്കൽ കടന്നു ചെന്നു. അവർ കല്ലറയ്ക്കൽ കടന്നു ചെന്നത് യഹൂദന്മാരുടെ ക്രമപ്രകാരമുള്ള ആ ആചാര അനുഷ്ഠാനങ്ങളുടെ ബാക്കി കാര്യങ്ങൾ നിർവഹിപ്പാൻ വേണ്ടിയാ. അവരുടെ മനസ്സിൽ 100 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അത്ഭുതം കൂറുമാറ്, ഇന്നും അതിശയം കൂറുമാറ് അവിടെ നടന്ന സംഭവം നമുക്കറിയാം. ആ കല്ലറയുടെ വാതിക്കലുള്ള കല്ല് ഉരുട്ടി മാറ്റി കല്ലറയ്ക്കകത്ത് അടക്കപ്പെട്ടവൻ ഇനി ഒരിക്കലും മരിക്കാതെ എന്നേക്കും ജീവിക്കത്തക്ക വിധത്തിൽ അവൻ കല്ലറയുടെ പുറത്തു കടന്നു വന്നു. ഇന്ന് ഈ സെമിത്തേരിയിൽ നാം പ്രിയ നമ്മുടെ സഹോദരൻ സാബു ബ്രദറിന്റെ മൃദു ശരീരവുമായി വന്ന് നിൽക്കുമ്പോൾ ഈ കല്ലറയും ഈ സെല്ലാറും ഈ സെമിത്തേരിയും ഈ ചുറ്റുപാടുകളും ഒക്കെ കാണുമ്പോൾ ഇതാണല്ലോ മനുഷ്യന്റെ നമ്മുടെ അവസ്ഥ എന്ന് ഒരു ഭാഗത്ത് നമുക്ക് തോന്നും. മാനുഷിക നിലയിൽ അത് ശരിയാകുന്നുവെങ്കിലും ഇവിടെ വന്നു നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. സാബു ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം താൻ മരിക്കുമെന്നും ദൈവമക്കൾ മരിക്കുമെന്നും നാം എല്ലാം മരിക്കുമെന്നും താനും കരുതിയതാണ്. എന്നാൽ മരിക്കുമെന്ന് കരുതിയതിനേക്കാൾ 100 ഇരട്ടി ശക്തിയോടെ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ തനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്നെ സ്നേഹിക്കുന്ന എന്റെ കർത്താവ് മടങ്ങി വരുമെന്ന്. ഇന്ന് ഇവിടെ വന്നു നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മരണത്തെ നാം ധൈര്യത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ അഭിമുഖീകരിപ്പാൻ കാരണം ഇവിടം കൊണ്ടു തീരുന്ന വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. പിന്നെയോ മരണത്തെ ജയിച്ചൊരുവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് ഉറപ്പ് നൽകി തന്നിട്ടുണ്ട്. കർത്താവ് മുൻകൂട്ടി തന്നെ പറഞ്ഞു, ഇതിങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാം അവന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. സാബു ബ്രദറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രിയപ്പെട്ടവർക്കറിയാം. തന്റെ ജീവിതത്തിന്റെ പ്രധാന ഈവന്റുകൾ നടന്ന ആ സമയം കുടുംബാംഗങ്ങൾക്കറിയാം. തന്റെ വിവാഹം നടന്ന ദിവസം അറിയാം. തിമോത്തി ജനിച്ചത്, ലിഡിയ ജനിച്ചത്, ജോനാഥാൻ ജനിച്ച ആ ഡേറ്റ് അറിയാം. ഇവിടെ വന്ന് മടങ്ങിപ്പോയി എയർപോർട്ടിൽ വെച്ചുണ്ടായ പ്രയാസത്തോടനുബന്ധിച്ച് മരിച്ച ഡേറ്റ് നമുക്കറിയാം. ഈ ഡേറ്റുകളും ഇതെല്ലാം സത്യമായി ഇരിക്കുന്നത് പോലെ ഇതിനേക്കാൾ ഉറപ്പുള്ള ഒരു വലിയ സത്യം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതെന്താ? കണ്ണുനിൽ നിന്ന് ദുഃഖവും മുറവിളിയും എല്ലാം മാറി എന്നും നാം അവനോടുകൂടി സന്തോഷിക്കത്തക്ക വിധത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട മകൾ ദിനത്തിനായി നമുക്ക്
നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ആ ഉറപ്പും നിർണയമുള്ള ദൈവമക്കളാണ് ഇങ്ങനെയുള്ള വേളകളിൽ ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വചനത്താൽ അവർക്ക് ഉറപ്പ് ലഭിക്കുന്നത്. നമ്മുടെ പ്രിയ വാത്സല്യ സഹോദരൻ പ്രിയ സാബു ബ്രദർ ആ നിർണയവും ഉറപ്പും പ്രാപിച്ചിരുന്നു. കുടുംബാംഗങ്ങൾക്ക് ആ ഉറപ്പും നിർണയവും ഉണ്ട്. ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക് ആ ഉറപ്പും നിർണയവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ ഉറപ്പും നിർണയവും ആർക്കെങ്കിലും ഈ പകൽക്കാലം ഇല്ല എങ്കിൽ സാബു ബ്രദർ നമ്മോട് ഓർപ്പിക്കുന്നത് ഉറപ്പും ധൈര്യവുമുള്ളവരായി നാം തീരണം. അതിനുള്ള ഏക വഴി നമ്മുടെ കർത്താവിൽ നാം വിശ്വസിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ നാമമഹത്വത്തിനായി സാബു ബ്രദർ ചെയ്ത ശുശ്രൂഷകളെല്ലാം ഇന്ന് വീട്ടിൽ നടന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ പങ്കുവെച്ച് നമുക്ക് കേൾപ്പാനിടയായി. ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ അത് കേട്ടപ്പോ ഈ പ്രിയ കുടുംബം കർത്താവിനെ എത്രമാത്രം ഹൃദയംഗമായി സ്നേഹിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. സാബു ബ്രദർ ഏതു കാര്യം ചെയ്യുമെങ്കിലും വളരെ ധൃതി തിടുക്കത്തോടെ അത് പൂർത്തീകരിക്കപ്പെട്ട നിലയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാബു ബ്രദറിന്റെ ഡ്രൈവിംഗ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. താൻ വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴും ഒക്കെ ആ നിലയിൽ എല്ലാ കാര്യവും പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടണമെന്ന് താൻ ആഗ്രഹിച്ചു. തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം ഭൂമിയിലുള്ളത് നിറവേറ്റി പ്രിയ ഗേളിയെയും കുഞ്ഞുങ്ങളെയും പിതാവിനെയും സഹോദരന്മാരെയും സഹോദരിയെയും കുടുംബാംഗങ്ങളെയും വള്ളംകുളം ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരെയും വിശേഷിച്ച് ഒമാൻ പെന്തക്കോസ് അസംബ്ലിയിലുള്ള ദൈവമക്കളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരു പേർ വിളിക്കും നേരം കാണോ പേർ വിളിക്കും നേരം കാണോ പേർ വിളിക്കും നേരം കാണോ പേർ വിളിക്കും നേരം കാണും എൻ പേരു യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ നിത്യ കണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ഇടുമ്പോൾ അവന്റെ മാറ്റമില്ലാത്ത വചനത്തിലും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് കാഹളനാദം ധ്വനിക്കുമ്പോ ഈ മൃദു ശരീരം പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഉയർക്കും എന്നുള്ള പ്രത്യാശയോട് ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരുമെന്നുള്ള വചന നിവൃത്തിക്കായി ഉയർപ്പിൻ നാളിലെ പുനരുത്ഥാനത്തിനായി പ്രിയ സാബു ബ്രദർ എബ്രഹാം ദാനിയേൽ നീ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ ഈ എഴുന്നേറ്റു വരും. ആശ്വാസം നൽകി നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.